സന്തോഷ വാർത്തയാണല്ലോ. അവൻ സർവീസിൽ കയറിയിട്ട് അധികമായിട്ടില്ലല്ലോ അല്ലേ? ഇല്ല ചേച്ചി, പക്ഷെ അവൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര നാൾ ഊണും ഉറക്കവും ഇല്ലാതെയാ. അങ്ങനെയാണ് സുമതി ആമ്പിള്ളേര്. അല്ലാതെ 10-28 വയസ്സായിട്ടും കണ്ട കോമഡി ഷോയും കുക്കറി ഷോയും ഒക്കെ കണ്ട് ചുമ്മാ കറങ്ങി നടന്ന സമയങ്ങളിലല്ല. രാജീവ് വീട്ടിൽ ഇത് ആരുടെ കാര്യമാണ് പറയുന്നേ? എൻ്റെ വീട്ടിലെ വാഴയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല അരുണേ, നിനക്ക് കഴിഞ്ഞ എക്സാമിൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നല്ലോ. എന്തായി നിന്റെ കാര്യം? പ്രതീക്ഷ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ സാരു, പ്രയത്നിക്കാൻ കൂടി വേണ്ടേ? ഇതിപ്പോ ഞങ്ങളുടെ രണ്ടുപേരെയും കണ്ടടഞ്ഞാലും ഇവനൊരു പരീക്ഷ ജയിക്കുകയോ ഒരു ജോലിക്ക് കയറുകയോ ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. ദേ അരുണേ, പ്രായം കയറി പോവുകയാണ്. നീയാണെങ്കിൽ എത്ര നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പയ്യനായിരുന്നു. കോളേജിലും ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ അനിയൻ +2 പഠിക്കുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയത്. എവൻ പറഞ്ഞു കൊടുക്കുന്ന കേട്ടിട്ട് അവൻ പഠിച്ച് ജയിച്ചത്. നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ ശരിക്കും സങ്കടമാടാ. എങ്ങനെയെങ്കിലും പഠിച്ച് PSC എഴുതി എടുക്കാൻ നോക്ക്. പിന്നെ ചേച്ചി, അവൻ ഇത്തവണ ലീവിന് വരുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ വരുന്നുണ്ടോ അവൻ? ആ ചേച്ചി, അവന് നല്ലൊരു ആലോചന ഒത്തു വന്നിട്ടുണ്ട്. പെങ്കൊച്ച് ഡോക്ടറാ. അപ്പം എന്തായാലും എല്ലാം ഒന്ന് നോക്കി അവിടം വരെ ഒന്ന് പോകണമല്ലോ. അതനുസരിച്ച് അവൻ വരും. എന്നാൽ ശരി ചേച്ചി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. നീ അവിടെ തന്നെ നാണം ഉണ്ടോടാ നിനക്ക്? പറഞ്ഞത് കേട്ടോ നീ? ഓരോരോ ആമ്പിള്ളേര് പഠിച്ച് ജോലിക്ക് കയറി കല്യാണം കഴിക്കാൻ പോകുന്നു. എൻ്റെ മോനോ ഇവിടെ ഇങ്ങനെ വെച്ചുണ്ടാക്കി കറങ്ങി തിരിഞ്ഞ് നടക്കുന്നു. ആ പിന്നൊരു കാര്യമുണ്ട്, നീ വെച്ചുണ്ടാക്കും, നിന്റെ ഭാര്യ ജോലിക്ക് പോകും, അല്ലേ? അച്ഛൻ്റെ പ്രശ്നം എന്താണ്? 24 മണിക്കൂർ ബുക്ക് നോക്കി പഠിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടേ? ഓ, ഞങ്ങൾ കാരണമാണല്ലോ നിനക്ക് ജോലി ആകാത്തത്, അല്ലാതെ നിന്റെ കഴിവുകേടൊന്നും അല്ല. എന്തിനാ എപ്പോഴും ഇങ്ങനെ അവനെ കുറ്റപ്പെടുത്തുന്നത്? അവൻ നന്നായി പഠിക്കുന്നൊക്കെയുണ്ട്. നീ വാ മോനെ, ആഹാരം കഴിക്കാം. ചെല്ലടി, ചെന്ന് നിന്റെ പുന്നാര മോനെ ഊട്ടിക്കൊടുക്ക്. അല്ല, അത് മാത്രമല്ല ഇവിടെ നടക്കുന്നുള്ളൂ. അവിടെ നിന്നേ, നീ എന്താ എക്സാമിനെ കുറിച്ചൊന്നും പറയാതെ പോകുന്നു? അച്ഛാ, അത് ടോയ്ലറ്റിൽ പോകാനായിട്ട്. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നോ? ഇവിടെ ഇരുന്ന് പഠിച്ച് പറിച്ച പുസ്തകമൊക്കെ തീർത്തല്ലോ, നല്ല ആത്മവിശ്വാസമായിരുന്നല്ലോ, എന്നിട്ട് കുഴപ്പമില്ലായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഉണ്ട് അച്ഛൻ, എന്നാലും ഓവർ കോൺഫിഡൻസ് ആവാൻ പാടില്ല. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓഹോ, അപ്പൊ ഇത്തവണയും കിട്ടൂല? അതൊക്കെ കിട്ടും അച്ഛൻ, നല്ല വിശപ്പ്. ഞാൻ പോയി കഴിക്കട്ടെ. ഇത്തവണയും കിട്ടിയില്ലെങ്കിലേ നീ ആ ദാമുവിൻ്റെ കൂടെ കെട്ടിടമണിക്ക് പോകേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ആ, പോണേ പോവാം. പക്ഷെ എന്ത് പറഞ്ഞാലും തർക്കുത്തരം. വെറുതെ അല്ല ഇവൻ നന്നാവാത്തത്. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്?